അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഇവർ ഗ്രൂപ്പല്ലേ മാലാഖമാരെയും മനുഷ്യർ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി യേശുവിനെ നീ ഉയർത്തിക്കണമേ. എന്തുകൊണ്ട് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ആത്മാവുമായ സർവേശ്വരാ.
രക്ഷകരായി ഹൃദയം സരളിതമായി സകലാഭാസുരമുറുതിയവൾക്കരുണേ കാരുണ്യം വർദ്ധിക്കണമേ വലിയവരും ചെറിയവർ ദൈവം പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക ദൈവം കൃപ ചെയ്യും ഹൃദയം മോചനവും ഞങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു മേഘത്തേരിൽ സാധനെഴുന്നള്ളും നൽകാൻ വരുമല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലേക്കും ഈശോ കൈകളിലല്ലോ നിന്നെ നമിക്കും ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് അല്ല ഇതാണ് പിന്നെ പോലെ വെച്ചോ ഓക്കെ വെച്ചോ വെച്ചോ അതിലേക്ക് തന്നെ വച്ചു ഞങ്ങളുടെ ചിരസ്ഥലത്തിന്റെയും നാശാര്യവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ആത്മാവുമായി പ്രവേശത്തോളം നീ എന്നെ വിസ്തരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ എന്റെ തിരുനാളെന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ചെയ്യണം. ആകാശഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമോ കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുതരാകുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു.
ജീവന്റെയും മരണത്തിലെ ജഡികാശകളും അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾക്ക് ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ആത്മാവിനും ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ഞങ്ങളുടെ നാമത്തിൽ. ആശുദ്ധം മഹനീയമായ നീതിയുടെ ദിവസദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവിൽ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരമായ ലോകമാകട്ടെ ഇപ്പോഴും എപ്പോഴും. മായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്തളത്തിനെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരമസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ നിസ്സാരമാകുന്നു. ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻകളെയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരവിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിരമടയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായുള്ളിൽ വിശ്വാസം.
ദിവസം ഉയർത്തേകും. വാക്യങ്ങൾ ശാന്തി നിരക്കും മധ്യന പുലരുന്നു ക്ഷയനാകും മധ്യതയേവും സകലേശ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, പാട്ടി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരത്തു വലമ്പാവേ നൽകണമേ നിത്യായുസ്സും പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിരുസൂചനക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ അപ്പോൾ മരിച്ചവർ മിശിഹ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ എതിരേൽപ്പനായി അവരുടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. ദൈവമേ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ലിൻസിയുടെ ആകസ്മികമായ നിര്യാണത്തിൽ ഏറ്റവും ദുഃഖിതനായിരിക്കുന്ന ചാക്കോ, ഷാരോൺ, സിയോൺ, സോനു, ലിൻസിയുടെ മാതാപിതാക്കളെ, ചാക്കോയുടെ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ദൈവജനമേ, ഒരു 100,000 ചോദ്യങ്ങളുമായാണ് നമ്മൾ ഈ മൃതശരീരത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എന്തു കാര്യം അനുവദിച്ചു? എത്ര ചോദിച്ചാലും ഒരു ഉത്തരമേ അവിടത്തേക്കുള്ളൂ. ദൈവപരിപാലനയുടെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. ദൈവം എങ്ങനെ തൻ്റെ ജനത്തെ പരിപാലിക്കുന്നുവെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ല. ആ ഒരു ഉത്തരം കൊണ്ട് തൃപ്തിപ്പെട്ടേ മതിയാവൂ. ഏകദേശം കവിയുടെ ഭാഷയിൽ പറഞ്ഞാല് 40 വർഷത്തോളം മരണം തന്റെ രഥവുമായി ലിൻസിയെ കാത്തുനിന്നു.
അവള് വളരെ തിരക്കുള്ളവളായിരുന്നു. അവനെ പരിഗണിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾക്ക് ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, സംഘടനകളുടെ കാര്യം നോക്കണം, ഇടവകയുടെ കാര്യത്തിലുണ്ട് പങ്കാളിത്തം. ഇങ്ങനെ 100,000 തിരക്കുകളുടെ നടുവിൽ നിന്നപ്പോഴ് മാന്യനായ ഒരു അതിഥിയെ പോലെ മരണം അവളെ കാത്തിരിക്കുകയായിരുന്നു. ഈ കുടുംബത്തിന്റെ എന്ന് മാത്രമല്ല, ഈ നാടിന്റെ വിളക്കായിരുന്നു വിൻസി എന്ന് ഞാൻ പറഞ്ഞാൽ അതില് ഒട്ടും അതിശയോക്തിയില്ല എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സമ്മതിക്കും. ഒരു നല്ല ഭാര്യ, ഒരു നല്ല കുടുംബിനി, നല്ല അമ്മ, ഒരു നല്ല ഇടവകക്കാരി, ഒരു നല്ല സഹോദരി, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളില് ദൈവം കൊടുത്ത നന്മകള്, ദൈവം കൊടുത്ത അവൾക്ക് നൽകിയ കഴിവുകള് അവൾ ഉപയോഗിക്കുകയായിരുന്നു. വർത്തമാനം പറയുന്നത് കണ്ടപ്പോഴ് അവിടെ എഴുന്നേറ്റ് വന്ന് അവളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ഈ പോന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. എന്ന് കുഞ്ഞുങ്ങളെ നിഷ്ഠയോടെ വളർത്താനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു വിൻസി. ഇടവകയുടെ കാര്യത്തില് പള്ളിയിലെ വേദപാഠം പഠിപ്പിക്കുന്നത് മുതല് പാരിഷ് കൗൺസിൽ അംഗം, KCWA അംഗം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച KCWA മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവർക്ക് ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം അവളും മറ്റുള്ളവരെ കൊണ്ടും ഭംഗിയായിട്ട് നിർവഹിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തതിനെ KCWA അംഗങ്ങൾ എല്ലാവരും അനുസ്മരിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ വ്യക്തിപരമായ കാര്യത്തില് വളരെയേറെ ശ്രദ്ധയുണ്ടായിരുന്നു. എന്റെ സ്വന്തം സഹോദരിമാരോട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും ഞാൻ അനുഭവിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും ചാക്കോയും വിൻസിയും എനിക്ക് ഇവിടെ വളരെ വലിയ ഒരു തുണയായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇത് അവസാനിക്കുമെന്ന് ഞാനും നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആരും വിചാരിച്ചിട്ടില്ല. സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൂടെയുള്ളവരെ സ്നേഹിക്കുക. കാരണം അവരെത്ര നാള് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നമ്മൾ എത്ര നാള് അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നമുക്കറിഞ്ഞുകൂടാ. സ്നേഹിച്ച് സ്നേഹിച്ച് സ്വർഗത്തിൽ വിൻസിയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു.
മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. ജീവനമയരും ഞാനാകുന്നു കരയരുദേവം കരുണയുടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാ മാർത്താ മറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ മൃതശരീരവും വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഭക്തിയോട് അവയെല്ലാം കടന്നു നരനരുളീടാ കഴിവില്ലാത്തോ സ്നേഹിതങ്ങളെനിക്കാതിനെല്ലാം പ്രതിഫലമേകും. റോഡിലേക്ക് ഇറങ്ങുക. ദൈവിക ഭവനം നാശോകുന്നു ഞാൻ. കരുതുക നമ്മൾ ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നീ. പാപത്തിനു ഞാപിച്ചതുപോ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാഹളനാദം വിധി നാളുയരും മധു കേട്ടുയരും സ്വർഗം തന്നെ
വണങ്ങി മഹിതാത്ഭുതമേ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. കാകളമോതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാവിളനാദം ഇത് കേട്ടുണരും മൃദുരെല്ലാരും ത്രിരവാകും നീ നശിഹാനാഥ പാവികളെല്ലാം നിൻ കൽപ്പനയാ. കാത്തിരിക്കുന്നു ഞാൻ ആശയ നീ ഭൂമിയിൽ നാളായി ഞാൻ വന്നിടുന്നു നിൻ സ്വന്തമായിടുവാൻ നിത്യത പുൽകിടുവാൻ നാദാനിൻ സന്നിധിയിൽ ഒരു കുഞ്ഞു നെയ്ത്തിരിയാൻ തീരുവാനാശിച്ചു നിൻ സ്വന്തമായിടുവാൻ സ്വർഗ്ഗത്തിൻ പൂമുറ്റത്തോടി കളിച്ചി ശരണമരുളി
കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചവരുടെ കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവരണമൊരു ചിഹ്നം. അതിലുള്ളവരോ നാഥന് പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതഖിലേശൻ. പുനരുത്ഥാനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി സത്യവിശ്വാസത്തിലൂടെ ഇത് ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യങ്ങളാൽ ദൈവത്തെ സാധിപ്പിച്ചയാളെ ദൈവനിർമ്മാണയുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചുരയിപ്പിക്കുകയും നിലവർക്ക് സുഖഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ മാതാവായ പ്രാർത്ഥനയാലും മിശിഹാവിലൂടെ ഇയാളെ തോന്നിട്ടുമാറാകട്ടെ. ജീവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദാഹരണ പ്രദേശം കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ വൈദികമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മനസ്സിലാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നീ മുഖത്തണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളുടെ ആത്മാവിന് പട്ടുന്നതിയോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോടുണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം നിൽക്കുന്നത് വരെ ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൊറോണ വികാരി ഷാജി അച്ഛനോടും മറ്റ് വൈദികരോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും പ്രിയപ്പെട്ട ദൈവജനത്തോടുമുള്ള കുടുംബാംഗങ്ങളുടെയും ഇടവകയുടെയും നന്ദിയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ചവരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോത്തിനിയും വിലപിക്കരുതേ. പ്രവേശിപ്പിക്കണമേ. നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാവുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവിടത്തൊക്കെ മനോഹരമാകുന്നു. വിശുദ്ധ മുഹമ്മദീസായും പരിശുദ്ധ കുർബാനയാൽ പരിപോഷിതവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഹ്വാനം വരെ വിശ്രമം നൽകേണ്ട ഈ കവറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സോപ്പാവുകൊണ്ട് നീ എന്നെ തെളിക്കുകയും ഞാൻ നമ്മളാകും. കർത്താവേ, നിന്റെ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകുന്നു.
പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. തന്നെ മടങ്ങുമെന്നരളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മൊത്തത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ സത്യങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ ചെയ്യുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തോലം ഭാഗ്യേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേയും ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വ്യത്യാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം താ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു?
നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. കണ്ടൊരു വിധിയിൽ നടക്കുന്ന മേൽപ്പാടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന് നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തിലേക്ക് ഈ സഹോദരിയെ നീ പ്രവേശിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാരത്തിൽ സഹകരിച്ച് ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും നിരന്തരം നിങ്ങളിൽ വസിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എന്നെ അടുത്ത ബന്ധുക്കള് കുറച്ച് പേരുടെ ഫോട്ടോ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു അല്പം വെയിറ്റ് ചെയ്യണം. ബാക്കിയുള്ളവർ കുന്തിരിക്കോട്ട് പോയി കഴിഞ്ഞിട്ട് അവസാനം അടുത്ത ബന്ധുക്കൾ ഇവിടെ ഉണ്ടാകണമെന്ന കാര്യം അറിയിക്കുന്നു. അടുത്ത ബന്ധുക്കളല്ലാത്തവർ കുറച്ച് പുറകോട്ട് മാറിയുണ്ട്. ഇച്ചിരി പുറകോട്ട് മാറിയുണ്ട്. അടുത്ത ബന്ധുക്കളല്ലാത്തവർ പുറകോട്ട് മാറിയുണ്ട്. അപ്പോൾ
അല്ല